തീർച്ചയായും ഇക്കാര്യത്തിനകത്തൊരു മനുഷ്യത്വപരമായ മനുഷ്യാവകാശങ്ങളെ വിലമതിച്ചുകൊണ്ടുള്ള തീരുമാനം സുപ്രീം കോടതിയിൽ നിന്ന് ഉണ്ടാകുമെന്ന് തന്നെയാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. കാരണം ഈ വിഷയത്തിനകത്ത് 2016 മുതൽ യമനിലേക്ക് യാത്രാവിലക്ക് നിലനിൽക്കുന്നത് കൊണ്ട് സ്വതന്ത്രമായി നിമിഷയുടെ ബന്ധുക്കൾക്കോ സുഹൃത്തുക്കൾക്കോ നിമിഷം പ്രിയ ആക്ഷൻ കൗൺസിലിന്റെ ഭാരവാഹികൾക്കോ യാത്ര ചെയ്ത് അവിടെ നെഗോഷിയേഷൻ നടത്താൻ പറ്റാത്തൊരു സാഹചര്യമുണ്ട്. അതേസമയം നിലവിലുള്ള യമനിലെ നിയമപ്രകാരം, ശരിയ നിയമപ്രകാരം ബ്ലഡ് മണി എന്ന് പറയുന്ന ദിയാദനം നൽകിക്കൊണ്ട് ജീവൻ രക്ഷിക്കാനുള്ള ഒരു അവസാന ഓപ്ഷൻ നിലനിൽക്കുന്നു എന്നുള്ളത് കൊണ്ട് തന്നെ ഇക്കാര്യങ്ങളെല്ലാം പരിഗണിച്ചുകൊണ്ട് ഒരു മനുഷ്യജീവനെ സംരക്ഷിക്കാൻ വേണ്ടി ആ രാജ്യത്തെ നിലവിലുള്ള നിയമ സംവിധാനത്തിന്റെ അവസാന ഓപ്ഷനും ഉപയോഗപ്പെടുത്താൻ വേണ്ടി നമുക്ക് സാധിക്കേണ്ടതുണ്ട്. ആ ഞങ്ങളുടെ കൺസേൺ സുപ്രീം കോടതിയെ ബോധ്യപ്പെടുത്താൻ ഞങ്ങൾക്ക് സാധിക്കുമെന്നാണ് വിശ്വസിക്കുന്നത്. ആ കാര്യങ്ങൾ ബോധ്യപ്പെട്ടുകൊണ്ട് സുപ്രീം കോടതി ആവശ്യമായ ഡയറക്ഷൻ കേന്ദ്ര സർക്കാർ നൽകുമെന്നാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. ഇക്കാര്യത്തിനകത്ത് എന്തെങ്കിലും ചെയ്യാൻ സാധിക്കുമെങ്കിൽ അത് കേന്ദ്ര സർക്കാരിന് മാത്രമാണ് ചെയ്യാൻ സാധിക്കുക. കാരണം അവിടെ നിലവിലുള്ള നിരവധിയായ പരിമിതികളുണ്ട്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ യാത്രാ വിലക്ക് ഉൾപ്പെടെയുള്ളവ, അതോടൊപ്പം തന്നെ അവിടുത്തെ ട്രൈബൽ സിസ്റ്റം എന്ന് പറയുന്നത്, അങ്ങനെ ഈ പ്രശ്നങ്ങളെല്ലാം മറികടക്കാനുള്ള ഏക ഏജൻസി എന്ന് പറയുന്നത് ഇല്ലെങ്കിൽ ഇക്കാര്യത്തിനകത്ത് നമുക്കൊരു നേരായ വഴിക്ക് കൊണ്ടുപോകാൻ സാധിക്കുക കേന്ദ്ര സർക്കാരിന് മാത്രമാണ്. ഞങ്ങൾ കേന്ദ്ര സർക്കാരിനോട് ആവശ്യപ്പെടുന്നത് ഇക്കാര്യത്തിനകത്തുള്ള ചർച്ചകൾക്ക് നേതൃത്വം നൽകാൻ വേണ്ടി മാത്രമാണ്. ഈ ദിയാദനം, ഇക്കാര്യത്തിനകത്ത് ബ്ലഡ് മണി എത്രയാണോ കുടുംബം ആവശ്യപ്പെടുന്നത് അതിൽ ₹1 പോലും കേന്ദ്ര സർക്കാർ നൽകേണ്ടതില്ല, ഇന്ത്യയുടെ ഖജനാവിൽ നിന്ന് നൽകേണ്ടതില്ല. ആ പണം ഞങ്ങൾ സ്വതന്ത്രമായി കണ്ടെത്തിക്കൊള്ളാമെന്നും, പക്ഷേ നിലവിലുള്ള സാഹചര്യത്തിൽ ഈ ചർച്ചകൾ മുന്നോട്ട് കൊണ്ടുപോകാൻ ഞങ്ങൾക്കുള്ള തടസ്സങ്ങൾ അത് മാറ്റി കിട്ടാൻ വേണ്ടി സർക്കാരിന്റെ ഭാഗത്തുനിന്നുള്ള ഇടപെടൽ ഉണ്ടാകണം എന്നുള്ളത് മാത്രമാണ് ഞങ്ങൾ അഭ്യർത്ഥിക്കുന്നത്. ഒരു കാര്യം കൂടെ, ഇപ്പോൾ 16-ാം തീയതി നിമിഷപ്രിയയുടെ വധശിക്ഷ നടപ്പാക്കാനാണ് തീരുമാനമെങ്കിലും ഇതുമായി ബന്ധപ്പെട്ട കുറച്ചധികം അവ്യക്തതകൾ തുടരുന്നില്ലേ? കാരണം ഇത് ഇന്ത്യൻ സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ഒരു ഔദ്യോഗിക സ്ഥിരീകരണം ഉണ്ടായിട്ടില്ല, മാത്രമല്ല യമന്റെ ഭാഗത്തുനിന്നും ഔദ്യോഗിക സ്ഥിരീകരണമല്ല. അപ്പോൾ ഇക്കാര്യത്തിലെല്ലാം ഒരു അവ്യക്തത നിലനിൽക്കുന്ന സാഹചര്യത്തിൽ അതെല്ലാം ദൂരീകരിക്കാൻ ഇന്നത്തെ ഒരു കേസ് അത് നിർണായകമാകുമോ? തീർച്ചയായും അക്കാര്യങ്ങളെല്ലാം ദൂരീകരിക്കാൻ ഇന്നത്തെ കേസ് സഹായകരമാകും എന്ന് തന്നെയാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. കാരണം വ്യാഴാഴ്ച ഞങ്ങൾ ഈ കേസ് ഫയൽ ചെയ്ത് മെൻഷൻ ചെയ്യുന്ന സമയത്ത് അന്ന് കേസ് അതിന്റെ മെറിറ്റിലേക്ക് കേൾക്കുന്നതിന് മുമ്പ് തന്നെ, അല്ലെങ്കിൽ ഓറലുള്ള മെൻഷനിൽ മാത്രം കേട്ടുകൊണ്ട് തന്നെ ബഹുമാനപ്പെട്ട അറ്റോർണി ജനറലിന് സുപ്രീം കോടതി ഇക്കാര്യത്തിനകത്തൊരു നിർദ്ദേശം നൽകുകയും ആ നിർദ്ദേശം ഓർഡറിനകത്ത് രേഖപ്പെടുത്തുകയും ഇന്ന് കേസ് പരിഗണിക്കുന്ന സമയത്ത് അദ്ദേഹത്തോട് ഇതുമായി ബന്ധപ്പെട്ട് നടത്തിയിരിക്കുന്ന പ്രവർത്തനങ്ങൾ, കേന്ദ്ര സർക്കാർ നടത്തിയ ഇടപെടലുകൾ കോടതി അറിയിക്കാൻ വേണ്ടി കോടതി നിർദ്ദേശിക്കുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ അക്കാര്യത്തിനകത്തുള്ള ഒരു തീരുമാനം നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ 16-ാം തീയതി വധശിക്ഷ തീരുമാനിക്കപ്പെട്ടു എന്ന് പറയുന്ന സമയത്ത് അതിനകത്ത് ഔദ്യോഗികമായുള്ള സ്ഥിരീകരണം ഇന്ത്യയുടെ ഭാഗത്തു നിന്നോ യമന്റെ ഭാഗത്തു നിന്നോ ഇതുവരെ വന്നിട്ടില്ല. അപ്പൊ അക്കാര്യങ്ങൾക്കകത്തെല്ലാം തന്നെ ഇക്കാര്യത്തിനകത്ത് ഔദ്യോഗികമായ ഒരു തീരുമാനം ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഇന്ത്യൻ ഗവൺമെന്റ് ഇടപെടലുകൾ നടത്തുന്നു. അക്കാര്യത്തിൽ ഏതറ്റം വരെ പുരോഗമിക്കാൻ വേണ്ടി സാധിച്ചിട്ടുണ്ട്, ഇപ്പോൾ നിലനിൽക്കുന്ന സാഹചര്യം എന്താണ് തുടങ്ങിയ എല്ലാ വിഷയങ്ങൾ അക്കാര്യങ്ങളെല്ലാം ചേർത്തുകൊണ്ട് ഉള്ള ഒരു മറുപടി ഇന്ന് ബഹുമാനപ്പെട്ട അറ്റോർണി ജനറൽ കോടതി മുമ്പാകെ നൽകുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ ഇക്കാര്യത്തിനകത്ത് ഒരു കൃത്യത ഇന്നത്തെ കേസോടുകൂടി നമുക്ക് ഉണ്ടാക്കാൻ സാധിക്കുമെന്ന് തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. ഇപ്പോൾ നമുക്കറിയാം നിമിഷപ്രിയയുടെ മോചനവുമായി ബന്ധപ്പെട്ട ദിയാദാനവുമായി ബന്ധപ്പെട്ട് തന്നെ ഒരുപാട് പൈസ ആവശ്യമാണ്. അതുമായി ബന്ധപ്പെട്ടുള്ള സ്വരൂപങ്ങൾ കാര്യങ്ങളൊക്കെ നടക്കുകയാണ്. ഇതുമായി ബന്ധപ്പെട്ട് ഗവൺമെന്റിന്റെ ഭാഗത്തു നിന്നുള്ള എത്രത്തോളം സഹായം ലഭിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ സർക്കാരിന് ഇതുമായി ബന്ധപ്പെട്ടൊരു ആശങ്ക ഉണ്ടാകുമോ? എത്രത്തോളം പണം അല്ലെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ട് കൊടുക്കേണ്ടി വരുമോ ഇല്ലയോ എന്നൊക്കെയുള്ള ഒരു കാര്യം പണം മുഴുവൻ ആക്ഷൻ കൗൺസിൽ കണ്ടെത്തുന്ന ഒരു സാഹചര്യം തന്നെയാണോ നിലവിലുള്ളത്? തീർച്ചയായും അക്കാര്യങ്ങൾ ഞങ്ങൾ ആവർത്തിച്ച് ഞങ്ങൾ ഡേ 1 തൊട്ട് ഞങ്ങൾ വ്യക്തമാക്കുന്നതാണ്. ₹1 പോലും, കാരണം ഞങ്ങൾ അക്കാര്യത്തിനകത്ത് മറ്റൊരു തിരിച്ചറിവ് കൂടി ഞങ്ങൾക്കുണ്ട്. കാരണം ഇതുപോലെ നിരവധിയായ ഇന്ത്യക്കാർ വിവിധ രാജ്യങ്ങൾക്കകത്ത് തടവിൽ കഴിയുകയോ അതല്ലെങ്കിൽ അവർക്ക് വധശിക്ഷ വിധിക്കപ്പെട്ട് കഴിയുന്ന സാഹചര്യമുണ്ട്. അങ്ങനെ എല്ലാവരുടെയും കാര്യത്തിനകത്ത് ഇക്കാര്യത്തിൽ സാമ്പത്തിക സഹായം നൽകാൻ വേണ്ടി ചിലപ്പോൾ കേന്ദ്ര സർക്കാരിന് സാധിക്കുകയില്ല, അതൊരു പരിമിതിയായി നിലനിൽക്കും. അപ്പൊ അതുകൊണ്ടൊരു പ്രീതരനായി മാറാനുണ്ടാകും എന്നുള്ള ആശങ്ക കൊണ്ട് കേന്ദ്ര സർക്കാർ ഇതിനകത്ത് ഇടപെടാതിരിക്കരുത് എന്നുള്ളത് കൊണ്ടാണ് ഞങ്ങൾ ആദ്യം തന്നെ അക്കാര്യം വ്യക്തമാക്കിയിട്ടുള്ളത്. പൂർണ്ണമായും ഇതിനകത്ത് ₹1 പോലും ഇന്ത്യൻ ഖജനാവിൽ നിന്ന് കേന്ദ്ര സർക്കാർ നൽകേണ്ടതില്ല. പൂർണ്ണമായും ആ തുക സമാഹരിച്ച് നൽകാൻ വേണ്ടി ഞങ്ങൾക്ക് സാധിക്കും എന്നുള്ള ഉത്തമ വിശ്വാസമുണ്ട്. ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് നിരവധി വ്യക്തികൾ, സംഘടനകളൊക്കെ തന്നെ വലിയ രീതിയിലുള്ള സഹായവുമായി മുന്നോട്ട് വന്നിട്ടുണ്ട്. ഇപ്പോൾ നേരത്തെ റഹീമിന്റെ കേസ് കൈകാര്യം ചെയ്തിരുന്ന റഹീം ആക്ഷൻ കമ്മിറ്റി അവരുടെ കയ്യിൽ ബാക്കിയുള്ള ₹11 കോടി ബാക്കിയുണ്ടെന്നും അതിൽ ഒരു നിശ്ചിത തുക തരാൻ തയ്യാറാണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. നേരത്തെ ശ്രീ MA യൂസഫ് അലിയെ പോലുള്ള വ്യവസായ പ്രമുഖർ ₹1 കോടി വരെ മാധ്യമങ്ങളിലൂടെ വാഗ്ദാനം ചെയ്യുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. ശ്രീ ബോബി ചെമ്മണ്ണൂരിനെ പോലെയുള്ളവർ അദ്ദേഹത്തിന്റെ ട്രസ്റ്റിൽ നിന്ന് ₹1 കോടി വാഗ്ദാനം ചെയ്യുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. അങ്ങനെ വിവിധ സംഘടനകളും വ്യക്തികളും പിന്നെ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലുള്ള വിവിധ മലയാളി സംഘടനകൾ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള സഹായ വാഗ്ദാനവുമായി മുന്നോട്ട് വന്നിട്ടുണ്ട്. അപ്പൊ ഇതെല്ലാം ചേർത്തുകൊണ്ട് ഞങ്ങൾക്ക് ആവശ്യമായ തുക സ്വരൂപിക്കാൻ സാധിക്കും തന്നെയാണ് ഞങ്ങൾക്ക് ഉറച്ചു വിശ്വാസമുള്ളത്. പക്ഷേ
ഈ നെഗോഷിയേഷൻ ചർച്ചകൾക്ക്, ഈ മധ്യസ്ഥ ചർച്ചകൾക്കുള്ള ഒരു സഹായം മാത്രമാണ് ഞങ്ങൾക്ക് കേന്ദ്ര സർക്കാരിൽ നിന്ന് ആവശ്യമായി വരുന്നത്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.